ഹായ് വെൽക്കം ടു BK808 ക്രിക്കറ്റ് വിവോ. ഇന്ന് ജൂലൈ 3 മുതൽ WCL 2024 വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് ആരംഭിക്കുകയാണ്. മുൻ താരങ്ങളുടെ കളി കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ്. എല്ലാ മത്സരങ്ങളും 2020 മത്സരങ്ങളായിരിക്കും. ജൂലൈ 3 മുതൽ ആരംഭിച്ച് ജൂലൈ 13 വരെയാണ് മാച്ചസ് നടക്കുക. ഈ മാച്ചുകളിൽ ടോട്ടലായി 6 ടീമുകളാണുള്ളത്. ഇംഗ്ലണ്ട്, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ എന്നീ 6 ടീമുകളാണ് മത്സരിക്കുക. മാച്ചിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ആദ്യം എല്ലാ ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടും. അങ്ങനെ 15 മാച്ചുകളാണുള്ളത്. അതിനുശേഷം സെമി ഫൈനൽ, 2 സെമി ഫൈനലുകളുണ്ട്. അതിനുശേഷം ഒരു ഫൈനൽ. അങ്ങനെ മൊത്തം 18 മാച്ചുകളാണ് ഉള്ളത്. ഓരോ ദിവസവും 2 മാച്ച് വെച്ചാണ് നടക്കുക. ആദ്യത്തെ മാച്ച് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലാണ്. അതിനുശേഷമുള്ള മാച്ച് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഓസ്ട്രേലിയ ആണ്. അതിനുശേഷം ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ, ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ, ഇന്ത്യ പാകിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട് പാകിസ്ഥാൻ, ഇന്ത്യ ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക പാകിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക എന്നിങ്ങനെയായിരിക്കും മത്സരങ്ങൾ. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജയിക്കുന്ന 4 ടീമുകളാകും സെമി ഫൈനലിൽ വരിക. അതിൽ നിന്ന് ജയിക്കുന്ന ടീമുകൾ ഫൈനലിൽ വരും. എന്നാൽ ചില മത്സരങ്ങൾ സമനിലയിൽ അവസാനിക്കാറുണ്ട്. അങ്ങനെ സമനിലയിലാണ് ഒരു പക്ഷേ ഏതെങ്കിലും മത്സരങ്ങൾ അവസാനിക്കുന്നതെങ്കിൽ മുൻപ് സ്വീകരിച്ചിരുന്ന ബൗൾ ഔട്ട് ആവും നടത്തുക. അതായത് ഇപ്പോൾ സൂപ്പർ ഓവർ ആണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ പഴയ രീതിയിലുള്ള ബൗൾ ഔട്ട് തന്നെയായിരിക്കും. അതായത് 3 സ്റ്റമ്പുകൾ വെച്ചിട്ട് ഒരു ബൗളർ എറിഞ്ഞ് സ്റ്റമ്പ് വിക്കറ്റ് എടുക്കുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. പിന്നെ എല്ലാം 2020 മത്സരങ്ങളായതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഒരു കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് അതിനുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ടീമുകളുടെ കാര്യം പറയുകയാണ് എങ്കിൽ ഇന്ത്യൻ ചാമ്പ്യൻസ് വരുന്നത് യുവരാജ് സിംഗ്, ഹർഭജൻ സിംഗ്, റൈന, ഇർഫാൻ പത്താൻ, റോബിൻ ഉത്തപ്പ, ഓജ, രാഹുൽ, വിനയ് എന്നിവരാണ്. ഇംഗ്ലണ്ടിലും വരുന്നത് കെവിൻ പീറ്റേഴ്സൺ, ബോബ്ര, ഇയാൻ ബെൽ, പട്ടേൽ, ഓയ, ഫിലിപ്പ്, ക്രിസ് അങ്ങനെയുള്ള ആളുകളാണ് എല്ലാവരും ഉള്ളത്. ഓസ്ട്രേലിയയിലും ബ്രെഡ്ലി ആണ് ക്യാപ്റ്റൻ. വെസ്റ്റ് ഇൻഡീസിൽ ഡാരൻ സാമിയാണ് ക്യാപ്റ്റൻ. സൗത്ത് ആഫ്രിക്കയുടെ ജാക്ക് ആലിസ് ആണ്. അതുപോലെ പാകിസ്ഥാനിൽ വരുന്നത് യൂനസ് ഖാനാണ്. അപ്പോൾ ഇതിൽ മാച്ച് ഏതിലാണ് ലൈവ് കിട്ടുക എന്നൊരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. അത് സ്റ്റാർ സ്പോർട്സ് 1-ലായിരിക്കും ലൈവ് കിട്ടുക. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഫാൻ കോഡിലായിരിക്കും. അതൊരു ചെറിയ ടൂർ പാക്കേജ് പോലെ നമുക്ക് എടുക്കാൻ സാധിക്കും. 69 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നമുക്കത് കാണാൻ സാധിക്കും. സോ ഇന്ന് മുതൽ ആരംഭിക്കുന്ന മാച്ചുകൾക്ക് ഇന്ത്യ ആണ് തുടക്കം തന്നെ. സോ ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള മാച്ച് തന്നെ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇതിലെല്ലാം ഉൾപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos.